ഏതാനും ചില വ്യക്തികൾ ഇരുന്നിട്ട്, ഇപ്പം ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന സിനിമാ പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകനാണ് നിങ്ങളെ വലിയ താരമാക്കി നിർത്തുന്നത്, നിങ്ങളുടെ ഇൻഡസ്ട്രിയെ വലിയ ഇൻഡസ്ട്രിയാക്കി നിർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഏതാനും ചില ആളുകൾക്ക് ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഉയർത്തുകയും ചില വ്യക്തികളെ മനഃപൂർവ്വം താഴ്ത്തുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഇല്ല. നിങ്ങൾ കലാകാരന്മാരും കലാകാരികളും എന്നതിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത് വളരെ പുരോഗമനപരമാണ്. അതുകൊണ്ട് ആ പുരോഗമനപരമായ സൊസൈറ്റിയുടെ ഈ പറയുന്ന നിലപാടിനെ ബോധ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ സർക്കാർ ഒരു പുരോഗമന സർക്കാരാകുന്നത്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരമൊരു നിലപാട് വരുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കുറപ്പാണ് ഈ റിപ്പോർട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവിട്ടേ കഴിയൂ. കാരണം അത്ര ജാഗ്രതയോടുകൂടി ഇത് പൊതുസമൂഹം നോക്കി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ദിവസം കഴിയും, ഒരാഴ്ച കഴിയുമായിരിക്കും, ഒരു മാസം കഴിയുമായിരിക്കും. പക്ഷേ ഇറ്റ് ഹാസ് ടു കം ഔട്ട്. അത് വന്നേ പറ്റുള്ളൂ. അത് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.